ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടനാട് സ്റ്റൈൽ ബീഫ് ഫ്രൈ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ആദ്യം നമുക്ക് 1 കിലോ ഇറച്ചി, അത് എല്ലോട് കൂടി ഇറച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ നേരെ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞത്. കറിവേപ്പില, സവാള, ചെറുള്ളി, കോക്കനട്ട്, പച്ചമുളക്, വിനിഗർ, ജിഞ്ചർ, ഗാർലിക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇത് രണ്ടായിട്ട് വെച്ചിരിക്കും. 2 ടേബിൾ സ്പൂണാണ്. നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ആദ്യം നമുക്ക് ഇറച്ചിയോട് ചേർക്കും. പിന്നെ ഇറച്ചി ഇറക്കുമ്പോൾ ചേർക്കേണ്ടതാണ് 1/4 ടീസ്പൂൺ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ഒന്ന് പാനിലിട്ട് മൂപ്പിക്കുക. പാനിലിട്ട് ഇത് മൂന്നും കൂടി മീഡിയം ഹീറ്റിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് പുറത്ത് പോകരുത്. മൂപ്പിക്കുക എന്ന് പറയുമ്പോൾ കണ്ടോ കളറുണ്ടോ, ഒരു ചേഞ്ചായി ഒരു നേരിയ ഡിഷായിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മൂത്തെന്ന്. ഒത്തിരി ഫ്രൈ ആയിട്ട് വരരുത്, ഇതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഇത്ര മതി, ഈ കളറായി വന്നാൽ മതി. പാൻ നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത പാൻ കറി വെക്കാനുള്ളത് എടുത്ത് വയ്ക്കുക. അതൊരു ഹൈ ഹീറ്റിലോട്ട് കൂട്ടി വെക്കുക. അപ്പോൾ പാൻ ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. തീ ഒന്ന് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നമുക്ക് ഉള്ളിയിടാം. കുറച്ച് ഉപ്പ് ഇതിലേക്ക്. ഒരു മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ഫ്ലെയിം കുറച്ചുകൂടി കൂട്ടി വെക്കാം, ഒരു മീഡിയത്തിന് ഹൈനും ഇടയ്ക്ക്. നമുക്ക് പച്ചമുളക് ഇടാം. ജിഞ്ചർ ഇടാം. ഇത് ഗാർലിക്. നല്ലോണം യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് വെക്കാം. മൂന്ന് മിനിറ്റായി, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച പൊടികളിടാം. വിനീഗർ ഒഴിക്കാം. കറി മസാലയുടെ ഒരു ഭാഗമുണ്ട്. കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഇറച്ചിടാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഹീറ്റ് ഒന്ന് കുറച്ച് ചെറുതായിട്ട് മീഡിയത്തിൽ വെക്കണം.
നമുക്ക് കോക്കനട്ട് ഇടാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി. നമ്മൾ ഉള്ളിയുടെ കൂടെ കുറച്ച് ഉപ്പിട്ടിരുന്നു, അപ്പോൾ അതനുസരിച്ച് ഉപ്പിട്ടാൽ മതി. നല്ലപോലെ അമർത്തി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് ലോ ഹീറ്റിൽ നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 20-25 മിനിറ്റ് എടുക്കും ഇത് വേഗം. അപ്പോൾ ബീഫ് വെന്ത് കഴിഞ്ഞു. നമുക്ക് പാൻ വെച്ച് ചൂടായിട്ട് ഇതൊന്ന് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചെണ്ണ മതി. ഇട്ടൊരു മീഡിയം ഹീറ്റിൽ വെക്കാം. എൻ്റെ കൂടെ കറിവേപ്പില, മാറ്റി വെച്ചിരുന്ന കറി മസാല, പിന്നെ കുരുമുളകുടെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. കുരുമുളക് പൊടി ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പം ഇട്ടാൽ മതി. ഒരു 1 ടേബിൾ സ്പൂൺ. നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ നല്ലപോലെ ഒഴിപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നു. ഇത് നല്ല ഫ്രൈ ആയിട്ട് വരണം. ഞാൻ വേപ്പിൻ്റെ തണ്ടും കൂടി ഇട്ടിരുന്നതാണ് കോഴികളൊക്കെ കിടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പാകം. കണ്ടോ, നല്ല ഗ്രേവി എല്ലാം അതിൽ പൊടിഞ്ഞിരിക്കണം. തേങ്ങയൊക്കെ കണ്ടോ നല്ല പാകത്തിന് എല്ലാം പിടിച്ചിട്ടുണ്ട്. മസാല എല്ലാം പിടിച്ച് കവർ ചെയ്ത് ഓടെ ഇരിക്കണം. സെർവ് ചെയ്യാം.